ഹായ് ഫ്രണ്ട്സ്, മയൂര എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സൺഡേ ആയിട്ട് ഞങ്ങൾ മക്കളെയും കൊണ്ടൊന്ന് പുറത്ത് പോയതാണ് കേട്ടോ. തൃശ്ശൂർ സൂ കാണാനാണ് പോയത്. അവിടെ ഇടയ്ക്ക് പോവാറുണ്ട്, ഇപ്പോൾ കുറച്ച് നാളായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ചെമ്പുക്കാവ് എത്തിയിട്ടാണ്. ചെമ്പുക്കാവ് നിന്ന് ഇനി കുറച്ചും കൂടി ദൂരമുള്ളൂ കേട്ടോ അവിടെ എത്താനായിട്ട്. വീഡിയോ കാണുന്നവരെന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോയിൽ സൂവിലെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ അവിടെ എത്താറായി. വണ്ടി ഇതേ പുറത്ത് തന്നെ പാർക്ക് ചെയ്തു കേട്ടോ. ഞങ്ങൾ 2 വീലറിലാണ് വന്നത്. അങ്ങനെ ഇതേ ഉള്ളിൽ കയറാൻ പോവാണ്. കണ്ടോ, അത്യാവശ്യം തിരക്കുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വരുന്ന ദിവസമാണ്. ഞങ്ങളിതേ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറാൻ പോവാണ്. ഫസ്റ്റ് ഇതേ ബേഡ്സിനാണ് കേട്ടോ കാണിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നത് ബേഡ്സിനെയാണ്. തത്ത തുടങ്ങി കുറച്ച് ബേഡ്സ് അവിടെ ഉണ്ട്. കുറച്ച് തന്നെ ഉള്ളൂ. ബേഡ്സ് ആയാലും അനിമൽസ് ആയാലും കുറച്ച് തന്നെ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെയും കൊണ്ടൊക്കെ വരുമ്പോൾ അവർക്കൊരു സന്തോഷം, നമുക്കും സന്തോഷം. മോളാണെങ്കിൽ 1 വയസ്സ് മുന്നെയാണെന്ന് തോന്നുന്നു വന്നിട്ടുള്ളത് ഇവിടെ. അപ്പോൾ അവൾ ഇപ്പോൾ 1.5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾക്കിത് കണ്ടപ്പോൾ ബേഡ്സിനെ കണ്ടപ്പോൾ ഇങ്ങനെ അതിശയമായിട്ട് ഇങ്ങനെ നോക്കുകയായിരുന്നു. ഓരോ ഗോഷ്ടിയൊക്കെ കാണിച്ച് നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതായത് മുള്ളംപന്നി, കുറുക്കനൊക്കെ ഒരെണ്ണത്തിന് തന്നെ കണ്ടുള്ളൂ. മുന്നൊക്കെ വന്നപ്പോൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കുറേയൊക്കെ. അങ്ങനെ അവിടുന്ന് ഞങ്ങളിതേ പതുക്കെ നടന്ന് ഇങ്ങനെ പോവാണ്. കുറച്ച് ഇനി നടന്ന് എത്താനുണ്ട്. വേറെ അടുത്ത സ്ഥലത്തേക്ക് എത്താൻ കുറച്ചും കൂടി ഉണ്ട് നടക്കാൻ. അതിൻ്റെ ഇടയിൽ മോളിങ്ങനെ താഴെ ഇറങ്ങാനായിട്ട് ഇങ്ങനെ വാശി പിടിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം എന്നാൽ നടന്നോട്ടേ എന്ന് വിചാരിച്ചിട്ട് അവളെ ഇറക്കി വിട്ടു. അങ്ങനെ സീറ്റ് കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നടന്ന് പിന്നെ നമ്മൾ കാണുന്നത് എമു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പക്ഷിയില്ലേ, വലിയ പക്ഷി. അതിനെ കണ്ടപ്പോൾ അവൾക്ക് ഒന്നും കൂടി അതിശയായി. വലിയ പക്ഷിയല്ലേ, അപ്പം അതിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മോൻ പിന്നെ ഇത്ര വലിയ മോനായ കാരണം അവനറിയാം. അങ്ങനെ മാനിനെയും കണ്ട് പിന്നെ തിരിച്ച് വരുന്നത്. പിന്നെ കാണുന്നത് ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ ചിൽഡ്രൻസ് പാർക്കുണ്ട്. കുട്ടികളെ കൊണ്ടുവരുന്നവർക്ക് സുഖമാണ്. പിന്നെ നെഹ്റു പാർക്കിൽ കയറിയില്ലെങ്കിലും ഇവിടെ ചെറിയൊരു പാർക്കാണ്. എന്നാലും അത്യാവശ്യം നല്ല കുട്ടികൾക്ക് കളിക്കാനുള്ള അത്യാവശ്യം റൈഡ്സൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ മോൾക്ക് എല്ലാ റൈഡ്സിനും കയറാനായിട്ടുള്ള വാശിയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒപ്പത്തിന് നിന്നു കേട്ടോ. എല്ലാ ഇതിലും അവൾക്ക് കയറാൻ പറ്റുന്ന എല്ലാ റൈഡ്സിലും ഞങ്ങൾ കയറ്റി. മോനെ പിന്നെ കണ്ടേ ഇല്ല. കുട്ടികളങ്ങനെയാണല്ലോ, പാർക്കിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവരെ കണ്ടു കിട്ടില്ല. പിന്നെ പുറത്തേക്കൊന്നും പോവില്ല. അത് ചെറിയൊരു പാർക്കായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പിന്നെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ അവിടെ 2 ചേച്ചിമാരുണ്ട് കേട്ടോ. അവിടുത്തെ സെക്യൂരിറ്റി 2 ചേച്ചിമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ശ്രദ്ധിക്കും. അതുകൊണ്ട് പേടിക്കണ്ട. അങ്ങനെ അത് കഴിഞ്ഞു. ഇപ്പോൾ ദേ ഇങ്ങനെ ഒരു സ്പേസ് കണ്ടപ്പോൾ അവൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. മോനെ കാണാണ്ട് ഇങ്ങനെ വീഡിയോ പാർക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവനെ കണ്ടു കിട്ടണേട്ടാ. കുറേ നേരം കാണാണ്ടായപ്പോൾ ഞാനിങ്ങനെ ചുറ്റും തിരയായിരുന്നു. കണ്ടോ, അങ്ങനെ പാർക്കിൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ മക്കളായിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നു ഫോട്ടോയും ഒക്കെ എടുത്തങ്ങനെ ഇരുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ നിന്ന് വെള്ളം കുടിക്കാത്തവരാരും ഉണ്ടാവില്ല. പാർക്കിൽ നിന്ന് ഇറങ്ങുന്നവരൊക്കെ എന്തായാലും വെള്ളം കുടിക്കും. അങ്ങനെ അവിടെ നിന്ന് നടന്ന് പിന്നെ എന്താ പുള്ളിമാനിനെ കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു കേട്ടോ. മാൻ കുറേ ഉണ്ട്. നേരത്തെ അവിടെയൊന്നും വേറെ അധികം മൃഗങ്ങളൊന്നും അങ്ങനെ കണ്ടില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ദേ ഇവിടെ കൊച്ചി രാജാക്കന്മാരുടെ വഞ്ചി എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ ചെറിയൊരു വീഡിയോ എടുത്തു കേട്ടോ. നിഴലിൻ്റെ ഘട്ടത്തിലാണ് അത് കിട്ടിയത്. പിന്നെ ഈ 3D തിയേറ്റർ ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 3D തിയേറ്റർ കുട്ടികൾക്കൊക്കെ കാണാനുള്ളതായിരുന്നു. അവിടെ ഒന്നും കയറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ചെല്ലണത് പുലിനും സിംഹത്തിനൊക്കെ ഇട്ടിട്ടുള്ള സ്ഥലം. പുലി ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കണോണ്ട് വീഡിയോ കിട്ടി. സിംഹം എന്താ അവിടെ കിടക്കുന്നുണ്ട്, പക്ഷേ ക്ലിയർ ആവണുണ്ടോയെന്ന് അറിയില്ല. അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ കുരങ്ങനെ കണ്ടു. അത് കഴിഞ്ഞ് കോഴികളൊക്കെ മുൻപ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഒന്നും അങ്ങനെ ഇല്ല. ഇത് മീൻ മുതല. അത് വെള്ളത്തിൽ കയറി കിടക്കായിരുന്നെങ്കിൽ കാണാൻ പറ്റില്ലായിരുന്നു. പുറത്തിറങ്ങിയ കാരണം കാണാൻ പറ്റി.
അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് അവിടെ താറാവ് മയിലൊക്കെ ഇല്ലേ, അതിനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഒരു സെക്ഷനായിട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനൊക്കെ കണ്ടിട്ട് പിന്നെ അങ്ങനെ നടന്ന് ചെല്ലണത് പിന്നെ പാമ്പുകളെ ഇട്ടിട്ടുള്ള സെക്ഷനിലേക്കാണ്. അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത് അവിടെ ഒരെണ്ണം പാമ്പ് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയ പാമ്പുകളെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കൂടുകളിലാക്കിയിട്ട് ഇട്ടിട്ടുള്ള ഒരു സെക്ഷനായിരുന്നു. കണ്ടോ, ഇങ്ങനെയാണ് അവിടെ നല്ല സേഫ്റ്റി ആയിട്ടാണ് പാമ്പുകളൊക്കെ ഇട്ടിട്ടുള്ളത്, നമുക്ക് കാണാനുള്ള സൗകര്യത്തിനൊക്കെ. അപ്പം അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ അവിടെ നിന്നിട്ട് ഇങ്ങനെ എടുത്തു. ഇതാ കണ്ടോ, അവിടെ ചട്ടിയുടെ അടുത്തൊരു പാമ്പ്, അതാണ് ചേരയാണത്, ചേര. പിന്നെ ഇതാ പച്ചില പാമ്പ് അതിൻ്റെ തൊട്ട് മുകളിലാണ് കേട്ടോ, മുകളിൽ കിടക്കുന്നുണ്ട് പച്ചില പാമ്പ്. ഇതെന്താ അണലിയാന്ന് തോന്നുന്നു, അണലിയായിരിക്കും. അങ്ങനെ കുറച്ച് പാമ്പുകളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ പുറത്ത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ട് പുറത്ത് തന്നെ അതേ ആമകളെ ഇട്ടിട്ടുണ്ട്, കുറച്ചുണ്ട് അതിൻ്റെ ഉള്ള ആമകൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞത് അതിൻ്റെ ഉള്ളിൽ തന്നെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ കയറി ചായയും ചെറുകടികളൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഉപ്പിലിട്ടതൊക്കെ കണ്ടപ്പോൾ അത് വാങ്ങിച്ച് കഴിക്കാനൊക്കെ തോന്നിയപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു, കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ ഞങ്ങളിതേ പോവാണ്. ആ കാണുന്നത് ശക്തൻ തമ്പുരാൻ കോട്ടയാണ് കേട്ടോ. ഇനി ഒരു ദിവസം അവിടെയും വന്നിട്ട് വീഡിയോ എടുക്കണം. അങ്ങനെ ദേ സ്റ്റേഡിയം വഴി ഞങ്ങൾ പോവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീടെത്താറായിട്ടുണ്ട്. ഇതിപ്പോൾ ശോഭ സിറ്റി ഇതാ എത്താറായിട്ടുണ്ട്. ഞങ്ങളുടെ വീടെത്താറായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. റോഡൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. അവിടെ റോഡ് പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സി യു.